ഹായ് ഗായ്സ്. അപ്പോൾ ജോൺ ഓഗ്രോഡ്സും NC500 ഫൈനൽ സ്റ്റോപ്പും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഇൻവേൻസിലേക്ക് തിരിച്ചു പോവാണ്. പോണ വഴിക്ക് ഒരു ലാസ്റ്റ് സ്പോട്ടും കൂടിയുണ്ട്, വാലിഗോ സ്റ്റെപ്സ് എന്ന് പറയും. ഒരുപാട് NC500 ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഡീടൂർ ചെയ്യാതെ പോയതും മിസ് ചെയ്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം ഏകദേശം സിമിലർ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് ലാസ്റ്റ് സ്പോട്ട്, വാലിഗോ സ്റ്റെപ്സ് എന്ന് പറയും. വാലിഗോ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 ഫൂട്ടുള്ള ക്ലിഫ്. അത് അവർ അതിലെ സ്റ്റോണുകൾ കാർവ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സ്റ്റെപ്പുകളാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇത് പണ്ട് കാലത്തെ ഫിഷർ വുമണിന് മേളിൽ വന്ന് ഹാർബറിൽ വന്ന് ഫിഷൊക്കെ സെല്ല് ചെയ്യാൻ, അപ്പം ഒരുപാട് ഹെവി ഫിഷ് ബാസ്ക്കറ്റൊക്കെ ക്യാരി ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പാണ്. ഇത് ഏകദേശം 7 മൈലുണ്ട് ഹാർബറിലേക്ക് ഈ സ്റ്റെപ്സ്. അതാണിതിൻ്റെ. ഞങ്ങൾ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്. കുറേ നേരം നിന്നും ഇരുന്നുമൊക്കെ കുറേ കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്. കാരണം അതുപോലെ ഹൈറ്റിലാണ് ഈ സ്റ്റെപ്സ് പോയേക്കുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഹെവി ആയിട്ടുള്ള ബാസ്ക്കറ്റ്സൊക്കെ ക്യാരി ചെയ്യേണ്ട കാരണം കുഞ്ഞായിട്ടാണ് ഈ സ്റ്റെപ്പ് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങാനും കയറാനും നല്ല പാടായിരുന്നു. ഇത് കണ്ടില്ല, നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. അതിങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കുകയാണ് താഴെ കടലിലേക്ക്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി വൈകുന്നേരമായി, സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആവാറായി. അപ്പം നമ്മൾ ഇറങ്ങി ചെന്നപ്പോൾ നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാര്യമില്ല, ടൂറിസ്റ്റുകളൊക്കെ ഓൾറെഡി പോയി. എനിക്ക് തോന്നുന്നു അത് കാര്യം ഈ നട ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ വരാറില്ലെന്നും തോന്നുന്നു. അങ്ങനെയുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഇത് വേറൊന്നുമല്ല, ഞാൻ ആഴെന്തെങ്കിലും ഉണ്ടെന്ന് എത്തി നോക്കണതാണ്. അപ്പോൾ ഇത് അത്ര ഹൈറ്റ്, അത് മാത്രമല്ല അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ഉണ്ട്, സൈഡിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ അത്രയും ഹൈറ്റ് നമ്മൾ ഇറങ്ങി ആണ് വന്നത് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ ഇത് വിക്കിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വിക്കിലെ ഫിഷർ വുമൺസിന് ഹാർബറിൽ പോകാൻ വേണ്ടിയാണിത് അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല നല്ല ബ്ലൂ വാട്ടറാണ് ഇവിടെ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല നമ്മളതുകൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ NC500 ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി സൺസെറ്റായി. നമ്മളപ്പോൾ തിരിച്ച് ഇൻവേർണസിലേക്ക് പോയി നമ്മൾ ബാക്ക് ടു ഹോം പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ NC500 കാഴ്ചകളൊക്കെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ചാനലിൽ പോയി എല്ലാവരും ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങൾക്കിനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജോൺ ഓഗ്രോഡ്സിൽ പോയ പോലെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺവോളിൽ ലാൻസെൻഡിൽ പോകാനുള്ള പ്ലാനുണ്ട്. അപ്പം കോൺവോളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.